ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിൽ 6 മണിക്കും 9 മണിക്കും 12 മണിക്കും, കാലത്ത് 6 മണി, 9 മണി, 12 മണി, ഈ പറയുന്ന 3 സമയത്ത് SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും, 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ക്ലാസ്, രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈവായിട്ട് കാലത്ത് പഠിച്ച പോർഷൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ്, പ്രത്യേകിച്ച് 2021 മുതൽ 2024 വരെ. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. പ്ലസ് നമ്മൾ കലാകായികം, സാഹിത്യം, സംസ്കാരവും കൂടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 6 ക്ലാസ്സുകൾ നൽകുന്നത്. 2 ലൈവ്, 4 റെക്കോർഡഡ് ക്ലാസ്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് ഇരിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. റിവിഷൻ ടൈമിൽ ആ നോട്ട് വേണം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അല്ലേ. PSCക്ക് ഓരോ സംസ്ഥാനങ്ങളും അങ്ങ് വാരി വലിച്ച് പഠിക്കുന്നതിനോട് നമുക്ക് അത്രയും യോജിപ്പില്ല. കാരണം ഒരുപാട് നമ്മൾ സംസ്ഥാനങ്ങൾ കാണാതെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. അപ്പോൾ സംസ്ഥാനങ്ങളെക്കുറിച്ച് എന്നാൽ പഠിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ 7 സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 7 സംസ്ഥാനങ്ങൾ ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 7 സംസ്ഥാനങ്ങളുടെ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ആ പറയുന്ന പോയിന്റ്സ് മാക്സിമം ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 7 സംസ്ഥാനങ്ങൾ നമുക്ക് ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റേറ്റ്സ്: 1 ആന്ധ്രാപ്രദേശ്, 2 തെലങ്കാന, 3 തമിഴ്നാട്, 4 കർണാടക, ദെൻ ഉത്തർപ്രദേശ്, ബീഹാർ, ഗോവ. ഇത്രയും സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നോക്കുക, ഞാൻ ഓരോ ചോദ്യവും ഒരു സംസ്ഥാനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് പറയാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യവും റിലേറ്റഡ് ഫാക്ട്സ് പറയുന്ന പോലെ ആ ഒരു രീതിക്കാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക. കുച്ചിപ്പുടി എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുച്ചിപ്പുടി എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് അറിയുന്നതാണ് അല്ലേ. കുച്ചിപ്പുടി എന്ന് പറയുന്നത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട നൃത്തരൂപമാണേത്? കുച്ചിപ്പുടി എന്ന് പറയുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കംപ്ലീറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ആദ്യം തന്നെ ആന്ധ്രാപ്രദേശ് രൂപം കൊണ്ടത് അല്ലേ. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോഴാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപം കൊള്ളുന്നത്. 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബർ 1. അതിനു മുന്നേ ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടിരുന്നു അല്ലേ. ആന്ധ്ര സംസ്ഥാനം എന്നാണ് രൂപം കൊണ്ടത്? 1953 ഒക്ടോബർ 1. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടു. ആന്ധ്ര സംസ്ഥാനം 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. അതിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? കുർണൂലായിരുന്നു കേട്ടോ. കുർണൂൽ, ആന്ധ്രയുടെ സംസ്ഥാനം കുർണൂലായിരുന്നു. അതിനുശേഷം 1956 നവംബർ 1 ഈ ആന്ധ്ര സംസ്ഥാനത്തോടൊപ്പം എന്തുകൂടെ ചേർത്തു? ആന്ധ്ര സംസ്ഥാനത്തോടൊപ്പം ഹൈദരാബാദിലെ 9 ജില്ലകൾ. എവിടെയുള്ളതാ? ഹൈദരാബാദിലെ 9 ജില്ലകൾ കൂടെ ഈ ആന്ധ്ര സംസ്ഥാനത്തോടൊപ്പം ചേർത്തിട്ടാണ് 1956 നവംബർ 1 ഏത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപം നൽകിയത്. ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ ഈ 2 ഡേറ്റും ഓർത്തിരിക്കണം. നമ്മുടെ ചോദ്യം എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കുക. ആന്ധ്രയാണോ ആന്ധ്രാപ്രദേശാണോ അത് വൃത്തിയായിട്ട് നോക്കിയിരിക്കണം. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. അത്
ഈ എന്താണ് ഭാഷയുടെ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പോറ്റി ശ്രീരാമലു അല്ലേ, ജീവത്യാഗം ചെയ്ത കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന വ്യക്തി ജീവത്യാഗം ചെയ്ത് അങ്ങനെ രൂപം കൊണ്ടതാണ് ആന്ധ്ര സംസ്ഥാനം. ഓക്കെ, തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാനായിട്ട് ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. അപ്പം അങ്ങനെ രൂപം കൊണ്ടതാണ് ആന്ധ്ര. എപ്പോഴാണ്? 1953 ഒക്ടോബർ 1 അതിൻ്റെ തലസ്ഥാനം കുർണൂലാണ്. ദെൻ ആ ആന്ധ്രയോടൊപ്പം ഹൈദരാബാദിൻ്റെ 9 ജില്ലകളും കൂടെ ചേർത്ത് 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തത്. ഈ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം എവിടെയാണ്? അമരാവതിയാണ്. അമരാവതി. ആന്ധ്രയുടെ തലസ്ഥാനം ചോദിച്ചാൽ കുർണൂലാണ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം എവിടെയാണ്? അമരാവതിയാണ്. അമരാവതി. നമുക്കറിയാം ആന്ധ്രയിലെ പ്രധാനപ്പെട്ട ഭാഷ ഏതാ? തെലുങ്കാണ്. പ്രധാനപ്പെട്ട ഭാഷ ഏതാണ്? തെലുങ്കാണ്. ദെൻ അവിടെയുള്ള പ്രധാനപ്പെട്ട നൃത്തരൂപമാണ് ഒന്ന് നമ്മൾ പറഞ്ഞു കുച്ചിപ്പുടി. അതുപോലെ കൊട്ടം എന്ന് പറയുന്ന ഒരു നൃത്തരൂപം കൂടി ഉണ്ട് കേട്ടോ. കൊട്ടം, കുച്ചിപ്പുടി അതുപോലെ കൊട്ടം എന്ന് പറയുന്ന നൃത്തരൂപങ്ങൾ എവിടെയുള്ളതാ? ആന്ധ്രാപ്രദേശിലുള്ളതാണ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അറിഞ്ഞിരിക്കണം. ദീപാവലിയും ദസ്രയും. ഓക്കെ, ദീപാവലി, ദസ്ര എന്നീ ഉത്സവങ്ങൾ എവിടെയാണ് പ്രസിദ്ധമായിരിക്കുന്നത്? ആന്ധ്രാപ്രദേശിലെ ഉത്സവങ്ങളാണ്. ഇനി ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട നദികളാണ് കൃഷ്ണ, ഗോദാവരി, തുംഗഭദ്ര. കൃഷ്ണ, ഗോദാവരി, തുംഗഭദ്ര, മുസി. ഇതെല്ലാം ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട നദികളാണ്. കൃഷ്ണ, ഗോദാവരി, തുംഗഭദ്ര, മുസി എന്നിവ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു തെലുങ്ക് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അല്ലെ, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം വേണം എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു എന്ന് പറഞ്ഞു. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് അമരജീവി. അമരജീവി എന്നറിയപ്പെടുന്നത് ആരാണ്? പോറ്റി ശ്രീരാമലു ആണ്. അമരജീവി എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പോറ്റി ശ്രീരാമലു. ഇനി അപ്പോൾ അതുപോലെ 2 വിശേഷണങ്ങളും കൂടെ ഇവിടെ അറിഞ്ഞിരിക്കുക. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം ആണ്. ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ടി പ്രകാശമാണ്. ആന്ധ്ര ഭോജൻ, ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായർ ആണ് ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്നത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. അമരജീവി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു. അപ്പോൾ ടി പ്രകാശം എന്ന് പറയുമ്പോൾ ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു ആര്? ടി പ്രകാശം. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ടി പ്രകാശം. അദ്ദേഹമാണ് ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ടി പ്രകാശം. അദ്ദേഹമാണ് ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നീലം സഞ്ജീവ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോകരുത്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ടി പ്രകാശമാണ്. അദ്ദേഹമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. അദ്ദേഹം എന്താണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിന്റ് കൂടെ പറയാം. നമ്മൾ പറഞ്ഞു പോറ്റി ശ്രീരാമലു എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അമരജീവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. ഈ പോറ്റി ശ്രീരാമലുവിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ആന്ധ്രാപ്രദേശിലെ ജില്ലയാണ് നെല്ലൂർ ജില്ല. നെല്ലൂർ ജില്ല. അപ്പം നെല്ലൂർ ജില്ല നിലവിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്?
പോറ്റി ശ്രീരാമലു നെല്ലൂർ ജില്ല, അദ്ദേഹത്തിന്റെ പേരും കൂടെ ചേർത്ത് പോറ്റി ശ്രീരാമലു നെല്ലൂർ ജില്ല എന്നാണ് അറിയപ്പെടുന്നത്. പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ലയാണ് നെല്ലൂർ ജില്ല എന്ന് പറയുന്നത്. ഇനി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിന്റെ പ്രധാനമന്ത്രിയായ പി വി നരസിംഹറാവു ആണ്. പി വി നരസിംഹറാവു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു. ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആന്ധ്രാപ്രദേശ് അല്ലെ. അപ്പൊ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു. ഇനി ആന്ധ്രാപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് രാജമുന്ദ്രി. രാജമുന്ദ്രി ആന്ധ്രാപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനം അറിയപ്പെടുന്ന പേരാണ് രാജമുന്ദ്രി എന്ന് അറിയപ്പെടുന്നത്. ആദ്യകാലത്ത് ആന്ധ്രാക്കാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ശതവാഹനന്മാർ. ശതവാഹനന്മാർ. ഓക്കെ, ശതവാഹനന്മാർ എന്നാണ് ആദ്യകാലത്ത് ആന്ധ്രാക്കാർ അറിയപ്പെട്ടിരുന്നത്. തെലുങ്കാണ് ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറഞ്ഞു. തെലുങ്കിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം 2008 തെലുങ്കിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം എപ്പോഴാണ്? 2008 കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പറയാം. ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടത് 1953 ഒക്ടോബർ 1 തലസ്ഥാനം കുർണൂലാണ്. അതിനോടൊപ്പം ഹൈദരാബാദിന്റെ 9 ജില്ലകളും കൂടെ ചേർത്തിട്ടാണ് 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്നത്. തലസ്ഥാനം അമരാവതിയാണ്. പ്രധാന ഭാഷ തെലുങ്കാണ്. പ്രധാന നൃത്തരൂപങ്ങളാണ് കൊട്ടം, അതുപോലെ കുച്ചിപ്പുടി. പ്രധാന ഉത്സവങ്ങളാണ് ദീപാവലി, ദസറ. പ്രധാനപ്പെട്ട നദികൾ കൃഷ്ണ, ഗോദാവരി, തുംഗഭദ്ര, മുസി അല്ലേ. പിന്നെ ആന്ധ്ര സംസ്ഥാനം രൂപം കൊള്ളാനായിട്ട് കാരണമായത് പോറ്റി ശ്രീരാമലു ജീവത്യാഗം ചെയ്ത കാര്യം പറഞ്ഞു. അമരജീവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ലയാണ് നെല്ലൂർ ജില്ല. അതുപോലെ ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ടി പ്രകാശമാണ്. അദ്ദേഹമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. കൃഷ്ണദേവരായറാണ് ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി പി നരസിംഹറാവു. ആന്ധ്രാപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജമുന്ദ്രി. ആദ്യകാലത്ത് ആന്ധ്രാക്കാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ശതവാഹനന്മാർ. അതുപോലെ തെലുങ്ക് ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2008. ഇത്രയും പോയിന്റ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇന്ത്യയിലെ പ്രഥമ ഈ മന്ത്രിസഭ കൂടിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഇന്ത്യയിലെ പ്രഥമ ഈ മന്ത്രിസഭ കൂടിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഉയരം കുറഞ്ഞവരെ വികലാംഗരായി അംഗീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഉയരം കുറഞ്ഞവരെ വികലാംഗരായിട്ട് അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുപോലെ ഹോഴ്സിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ്. ഹോഴ്സിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിന്റെ പുതുവത്സര ആഘോഷം അറിയപ്പെടുന്ന പേരാണ് ഉഗാദി. ആന്ധ്രാപ്രദേശിന്റെ പുതുവത്സര ആഘോഷം അറിയപ്പെടുന്ന പേരെന്താണ്? ഉഗാദി എന്നാണ് അറിയപ്പെടുന്നത്. സൈബർ ക്രൈം തടയുന്നതിനുള്ള ആന്ധ്രാപ്രദേശ് പോലീസിന്റെ പ്രത്യേക വിഭാഗമാണ് ഇ കോപ്സ് എന്ന് പറയുന്നത് എന്താണ്? സൈബർ ക്രൈം തടയുന്നതിനുള്ള ആന്ധ്രാപ്രദേശ് പോലീസിന്റെ പ്രത്യേക വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ഇ കോപ്സ് എന്ന് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്ത സ്ഥലം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയാണ്. മദനപ്പള്ളിയിലാണ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം. മദനപ്പള്ളി. ഇനി ആന്ധ്രാപ്രദേശിന്റെ കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഇന്ത്യയുടെ നെല്ലറ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്.
അന്നപൂർണ അന്നപൂർണ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നെല്ലറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നവുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാലോ. അപ്പൊ ഇന്ത്യയുടെ നെല്ലറ, അന്നപൂർണ, ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം മുട്ട, പുകയില എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ മുട്ട, പുകയില തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ഏത്? ശ്രീഹരിക്കോട്ട. ഈ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ്. നമ്മൾ പറഞ്ഞില്ലേ, പോറ്റി ശ്രീരാമുലുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ജില്ലയാണ് നെല്ലൂർ. ആ നെല്ലൂരിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് നെല്ലൂർ ജില്ലയിലാണ്. ഏത് തടാകത്തിന്റെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലിക്കെട്ട് തടാകത്തിന്റെ തീരത്താണ് കേട്ടോ. പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. സ്ഥിതി ചെയ്യുന്നത് നെല്ലൂർ ജില്ലയിലാണ്. ഏത് തടാകത്തിന്റെ തീരത്താണ്? പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ്. ആന്ധ്രാപ്രദേശിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ നെല്ലറ, ഇന്ത്യയുടെ മുട്ടപ്പാത്രം, അന്നപൂർണ എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യയിലെ പ്രഥമ ഈ മന്ത്രിസഭ കൂടിയ സംസ്ഥാനമാണ്. ഉയരം കുറഞ്ഞവരെ വികലാംഗരായി അംഗീകരിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ്. ഹോഴ്സിലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിന്റെ പുതുവത്സര ആഘോഷമാണ് ഉഗാദി. സൈബർ ക്രൈം തടയുന്നതിനുള്ള ആന്ധ്രാപ്രദേശ് പോലീസിന്റെ പ്രത്യേക വിഭാഗമാണ് ഈ കോപ്സ്. രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്ത സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇന്ത്യയിൽ 100% വൈദ്യുതീകരണം കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ 100% വൈദ്യുതീകരണം കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച പുതിയ സംസ്ഥാനമാണേത്? തെലങ്കാന. തെലങ്കാനയെ കുറിച്ച് നമ്മൾ അടുത്തത് പഠിക്കുന്നുണ്ട്. തെലങ്കാന എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച പുതിയ സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശ് സർക്കാർ നക്സലിസത്തിനെതിരെ രൂപം കൊടുത്ത സേനയാണ് ഗ്രേ ഹൗൺസ്. ഓക്കെ, ഗ്രേ ഹൗൺസ് എന്ന് പറയുന്നത് എന്താണ്? ആന്ധ്രാപ്രദേശ് സർക്കാർ നക്സലിസത്തിനെതിരെ രൂപം കൊടുത്ത സേനയാണ് ഗ്രേ ഹൗൺസ്. അതുപോലെ കോഹിനൂർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. എന്താണ് അറിയപ്പെടുന്നത്? കോഹിനൂർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷണമുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ആന്ധ്രയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഈ ഗോദാവരി അറിയപ്പെടുന്ന പേരാണ് വൃദ്ധഗംഗ. എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇന്ത്യയുടെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കൃഷ്ണ ഗോദാവരി നദീതടമാണ് ഇന്ത്യയുടെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി നദീതടം. ആന്ധ്രയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി അറിയപ്പെടുന്ന പേരാണ് വൃദ്ധഗംഗ. ഇനി ആന്ധ്രാപ്രദേശിലെ ഈ കൃഷ്ണ ഗോദാവരി നദീതടത്തില് റിലയൻസ് കണ്ടെത്തിയ പ്രകൃതിവാതക നിക്ഷേപമാണ് ധീരുഭായ് 39. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ധീരുഭായ് 39 എന്ന് പറയുന്നത് എന്താണ്? ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഗോദാവരി നദീതടത്തിൽ റിലയൻസ് കണ്ടെത്തിയിട്ടുള്ള പ്രകൃതിവാതക നിക്ഷേപമാണ് ധീരുഭായ് 39 എന്ന് പറയുന്നത്. ഇനി ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പക്ഷി സങ്കേതമാണ് മേലപ്പാട്ട് പക്ഷി സങ്കേതം. എന്താണ് പക്ഷി സങ്കേതത്തിന്റെ പേര്? മേലപ്പാട്ട് പക്ഷി സങ്കേതം.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ഉള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ആന്ധ്രയിലെ തിരുപ്പതിയാണ്. തിരുപ്പതി ക്ഷേത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് തിരുപ്പതിയിലാണ്. എന്നാൽ ഒരു സീസൺ കാലയളവിൽ, ഒരു സീസൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ, ഒരു സീസൺ കാലയളവിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശബരിമലയാണ്. ശബരിമല. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുപ്പതിയാണ്. ഒരു സീസൺ കാലയളവിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാ? അത് ശബരിമലയാണ്. ശബരിമല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം? ആന്ധ്രാപ്രദേശിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കുറേ പോയിന്റ്സ് ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അവസാനം പറഞ്ഞ 1-2 പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ 100% വൈദ്യുതീകരണം കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് അല്ലേ? 100% വൈദ്യുതീകരണം കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച പുതിയ സംസ്ഥാനം ഏതാണ്? അത് തെലങ്കാനയാണ്. ആന്ധ്രാപ്രദേശ് സർക്കാർ നക്സലിസത്തിനെതിരെ രൂപം കൊടുത്ത സേനയാണ് ഗ്രേ ഹൗണ്ട്സ് എന്ന് പറയുന്നത്. കോഹിനൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അതുപോലെ ഇന്ത്യയുടെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി നദീതടമാണ്. ഈ കൃഷ്ണ ഗോദാവരി നദീതടത്തിൽ റിലയൻസ് കണ്ടെത്തിയിട്ടുള്ള പ്രകൃതിവാതക നിക്ഷേപമാണ് ധീരുഭായ് 39 എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ പക്ഷി സങ്കേതമാണ് മേലപ്പാട്ട് പക്ഷി സങ്കേതം. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം തിരുപ്പതിയാണ്. സീസൺ കാലയളവിൽ ഏറ്റവും അധികം വരുമാനമുള്ളത് ശബരിമലയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആന്ധ്രാപ്രദേശിനെ കുറിച്ച് എല്ലാ പോയിന്റ്സും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. രാമഗുണ്ടം, കോതഗുണ്ടം താപവൈദ്യുത നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാമഗുണ്ടം, കോതഗുണ്ടം താപവൈദ്യുത നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെലങ്കാനയിലാണ്. തെലങ്കാനയിലാണ് രാമഗുണ്ടം, കോതഗുണ്ടം താപവൈദ്യുത നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെലങ്കാനയെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. തെലങ്കാന രൂപീകൃതമായ വർഷം ആദ്യം തന്നെ പഠിച്ചിരിക്കുക. 2014 ജൂൺ 2-നാണ്. 2014 ജൂൺ 2-നാണ് തെലങ്കാന സംസ്ഥാനം രൂപീകൃതമാവുന്നത്. തലസ്ഥാനം എവിടെയാ? ഹൈദരാബാദാണ് തെലങ്കാനയുടെ തലസ്ഥാനം. ഇനി പ്രധാനപ്പെട്ട ഭാഷ ഏതായിരിക്കും? തെലുങ്ക് ഭാഷയായിരിക്കും അല്ലേ? തെലുങ്കാണ് പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത്. പ്രധാന നൃത്തരൂപങ്ങളാണ് പെരിണി ശിവതാണ്ഡവം. എന്താണ്? പെരിണി ശിവതാണ്ഡവം എന്ന് പറയുന്ന നൃത്തരൂപമാണ് പ്രധാനപ്പെട്ട നൃത്തരൂപം. പ്രധാന ഉത്സവങ്ങൾ 1 ബൊണാലു, അതുപോലെ ബതുക്കമ്മ, ബൊണാലു എന്നിവയാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാ? ഗോദാവരി, കൃഷ്ണ എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം. തെലങ്കാന സംസ്ഥാനം രൂപീകൃതമാവുന്നത് 2014 ജൂൺ 2-ന്. തലസ്ഥാനം ഹൈദരാബാദ്. പ്രധാനപ്പെട്ട ഭാഷ തെലുങ്ക്. പ്രധാനപ്പെട്ട നൃത്തരൂപം പെരിണി ശിവതാണ്ഡവം. പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ബൊണാലു, ബതുക്കമ്മ. അതുപോലെ പ്രധാനപ്പെട്ട നദികൾ ഗോദാവരി, കൃഷ്ണ എന്നിവയാണ്. ഇത്രയും കിട്ടിയോ? ഇനി ഇന്ത്യയുടെ 29ാമത് സംസ്ഥാനമാണ് തെലങ്കാന. 29ാമത് അല്ലേ? 29ാമത് സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത്. ഏത് സംസ്ഥാനം വിഭജിച്ചിട്ടാണ് തെലങ്കാന രൂപം കൊണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശ് അല്ലെ? ആന്ധ്രാപ്രദേശ് വിഭജിച്ചിട്ടാണ് തെലങ്കാന രൂപം കൊണ്ടത്. അപ്പോൾ 29ാമത് സംസ്ഥാനമായിട്ടാണ് തെലങ്കാന രൂപം കൊണ്ടത്. പക്ഷെ ഇപ്പൊ നിലവിൽ എത്ര സംസ്ഥാനമാണുള്ളത്? 28 സംസ്ഥാനവും
8 കേന്ദ്രഭരണ പ്രദേശമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ തെലങ്കാന രൂപം കൊള്ളുമ്പോൾ 29ാമത് സംസ്ഥാനമായിട്ടാണ് രൂപം കൊണ്ടത്. നിലവിൽ 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അത് തെറ്റിക്കാതെ ഓർത്തിരിക്കുക. ഇനി തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രി ആരാ? കെ ചന്ദ്രശേഖര റാവു ആണ്. കെ ചന്ദ്രശേഖര റാവു ആണ് തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രി. തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രി ആരാ? കെ ചന്ദ്രശേഖര റാവു ആണ്. കെ ചന്ദ്രശേഖര റാവു. തെലങ്കാനയുടെ ആദ്യത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ESL നരസിംഹൻ ആണ്. ESL നരസിംഹൻ ആണ് തെലങ്കാനയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ തെലങ്കാനയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12ാം സ്ഥാനമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ തെലങ്കാനയുടെ സ്ഥാനം എത്രയാണ്? 12ാം സ്ഥാനമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ തെലങ്കാനയുടെ സ്ഥാനം എത്രയാണ്? 12 ജനസംഖ്യയിലും അതുപോലെ വിസ്തീർണത്തിലും 12ാം സ്ഥാനമാണ്. തെലങ്കാന ബില്ല് ലോക്സഭ പാസാക്കിയ വർഷം, അത് ഒരു 2-3 ഡേറ്റ് ഉണ്ട്, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. തെലങ്കാന ബില്ല് ലോക്സഭ പാസാക്കിയ വർഷം 2014 ഫെബ്രുവരി 18 ലോക്സഭ പാസാക്കിയത് 2014 ഫെബ്രുവരി 18 തെലങ്കാന ബില്ല് രാജ്യസഭ പാസാക്കിയ വർഷം 2014 ഫെബ്രുവരി 20 ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2014 മാർച്ച് 1 ഓക്കെ. 2014 മാർച്ച് 1 ലോക്സഭ പാസാക്കിയത്, തെലങ്കാന ബില്ല് ലോക്സഭ പാസാക്കിയത് 2014 ഫെബ്രുവരി 18, രാജ്യസഭ പാസാക്കുന്നത് 2014 ഫെബ്രുവരി 20, രാഷ്ട്രപതി അംഗീകരിച്ചത് 2014 മാർച്ച് 1 രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്, അതും ഓർത്തിരിക്കുക. ഇനി ഭൂദാൻ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത് പോച്ചമ്പള്ളിയാണ്, തെലങ്കാന. ഓക്കെ, അപ്പൊ പോച്ചമ്പള്ളി, ഭൂദാൻ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത് പോച്ചമ്പള്ളി. ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രമാണ് തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രം. തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രമാണ് ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ ഒരാൾ മാത്രം ശേഖരിച്ച പുരാവസ്തുക്കളുടെ ശേഖരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് സലാർജംഗ് മ്യൂസിയം. അത് ഹൈദരാബാദാണ്. ഹൈദരാബാദിലാണ്. ഏതാണ് മ്യൂസിയത്തിന്റെ പേര്? സലാർജംഗ് മ്യൂസിയം ആണ് ഒരാൾ മാത്രം ശേഖരിച്ച പുരാവസ്തുക്കളുടെ ശേഖരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം. സലാർജംഗ് മ്യൂസിയം ഹൈദരാബാദാണ്. ശേഖരിച്ചത് മിർ യൂസഫ് അലി ഖാൻ ആണ്. മിർ യൂസഫ് അലി ഖാൻ ആണ് കേട്ടോ. എവിടെയാണ്? ഹൈദരാബാദ്. ഓക്കെ. ഇനി ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധ പ്രതിമ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹുസൈൻ സാഗർ തടാകത്തിലാണ് കേട്ടോ. ഹുസൈൻ സാഗർ തടാകത്തിലാണ് ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ആന്ധ്രാപ്രദേശിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകമാണ് ഈ ഹുസൈൻ സാഗർ തടാകം എന്ന് പറയുന്നത്. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ഹൈദരാബാദും സെക്കന്ദരാബാദും. അതിനെ രണ്ടിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകമാണ് ഇത് ഹുസൈൻ സാഗർ തടാകം എന്ന് പറയുന്നത്. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന നഗരം കൂടിയാണ് ഹൈദരാബാദ് കേട്ടോ. ഹൈദരാബാദിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ആയി നമ്മൾ പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഒരാൾ മാത്രം ശേഖരിച്ച പുരാവസ്തുക്കളുടെ ശേഖരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ സലാർജംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഹുസൈൻ സാഗർ തടാകം, അതും ഹൈദരാബാദാണ്. പിന്നെന്താ പറഞ്ഞേ? ആന്ധ്രാപ്രദേശിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം.
ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹൈദരാബാദിലാണ്. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹൈദരാബാദാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ആണ്. ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ പേരാണ് ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഹൈദരാബാദ് പട്ടണം പണി കഴിപ്പിച്ചത് ആരാണ്? ഖൂലി കുത്തബ് ഷായാണ്. ഖൂലി കുത്തബ് ഷായാണ് ഹൈദരാബാദ് പട്ടണം പണി കഴിപ്പിച്ചത്. ചാർമിനാർ പണി കഴിപ്പിച്ചത് ആരാണ്? ഖൂലി കുത്തബ് ഷാ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹൈദരാബാദ് പട്ടണം പണി കഴിപ്പിച്ച ഖൂലി കുത്തബ് ഷാ തന്നെയാണ് ചാർമിനാർ പണി കഴിപ്പിച്ചത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി ഹൈദരാബാദിൽ വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സർദാർ പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സർദാർ പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം നാഷണൽ റിമോട്ട് സെൻസ് ഏജൻസിയുടെ ആസ്ഥാനം ഹൈദരാബാദാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. അതുപോലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഗൈഡഡ് മിസൈൽ നിർമ്മാണശാലയായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. സർദാർ പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഗൈഡഡ് മിസൈൽ നിർമ്മാണശാലയായിട്ടുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. പിന്നെ തെലങ്കാന സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ് തെലങ്കാന സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി എന്ന് പറയുന്നത്. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഹൈദരാബാദിൽ സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണ് ചാർമിനാർ. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഹൈദരാബാദിൽ സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണ് ചാർമിനാർ പണി കഴിപ്പിച്ചത് ആരാണ്? ഖൂലി കുത്തബ് ഷായാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഹൈദരാബാദ് പട്ടണം പണി കഴിപ്പിച്ച ഖൂലി കുത്തബ് ഷായാണ് ചാർമിനാർ പണി കഴിപ്പിച്ചത്. ഈ ചാർമിനാർ നദി ഏത് നദിയുടെ തീരത്താണ്? മുസി നദിയുടെ തീരത്താണ് ചാർമിനാർ എന്ന് പറയുന്നത്. ചാർമിനാർ മുസി നദിയുടെ തീരത്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഹൈദരാബാദിലെ പ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം കേട്ടോ. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലെ പ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. അതുപോലെ കോതകുണ്ടം, രാമകുണ്ടം നമ്മൾ പറഞ്ഞല്ലോ, ഈ 2 താപവൈദ്യുത നിലയങ്ങൾ തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് തെലങ്കാനയെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞതെന്ന് ഒന്ന് റിവൈസ് ചെയ്യാം. തെലങ്കാനയെക്കുറിച്ച് ആദ്യം നമ്മൾ രൂപീകരിച്ച വർഷം പഠിച്ചു. 2014 ജൂൺ 2-നാണ്. തലസ്ഥാനം ഹൈദരാബാദാണ്. പ്രധാന ഭാഷ തെലുങ്കാണ്. പ്രധാന നൃത്തരൂപങ്ങൾ പെരിണി, ശിവതാണ്ഡവം. പ്രധാന ഉത്സവങ്ങൾ ബൊണാലു, ബതുക്കമ. പ്രധാന നദികൾ ഗോദാവരി, കൃഷ്ണ. ഇന്ത്യയുടെ 29ാമത് സംസ്ഥാനമായിട്ടാണ് തെലങ്കാന രൂപം കൊള്ളുന്നത്. നിലവിൽ എത്രയാണ്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അതുപോലെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജിച്ചിട്ടാണ് തെലങ്കാന രൂപം കൊണ്ടത്. തെലങ്കാനയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? കെ ചന്ദ്രശേഖര റാവു ആണ്. തെലങ്കാനയുടെ ആദ്യത്തെ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ ESL നരസിംഹനാണ് കേട്ടോ.
തെലങ്കാന രാഷ്ട്രീയ സമിതിയുടെ ചിഹ്നം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറാണ്. അതൊന്ന് ഓർത്തിരിക്കണേ. തെലങ്കാന രാഷ്ട്രീയ സമിതിയുടെ ചിഹ്നമാണ് കാർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ തെലങ്കാനയുടെ സ്ഥാനം 12ആണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തെലങ്കാനയുടെ സ്ഥാനം 12ആണ്. തെലങ്കാന ബില്ല് ലോക്സഭ പാസാക്കിയത് 2014 ഫെബ്രുവരി 18, രാജ്യസഭ പാസാക്കുന്നത് 2014 ഫെബ്രുവരി 20, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2014 മാർച്ച് 1-നാണ്. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹൈദരാബാദാണ്. ഭൂദാൻ പ്രസ്ഥാനം ആദ്യമായിട്ട് ആരംഭിച്ചത് പോച്ചമ്പള്ളി. ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഇത്, തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രം. ഒരാൾ മാത്രം ശേഖരിച്ച പുരാവസ്തുക്കളുടെ ശേഖരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് സലാർജംഗ് മ്യൂസിയം. അത് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ശേഖരിച്ച ആളാര? മിർ യൂസഫ് അലി ഖാൻ ആണ്. അതുപോലെ ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഹുസൈൻ സാഗർ തടാകത്തിലാണ്, ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാ? ഹൈദരാബാദാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതിന്റെ ആദ്യകാല പേരെന്തായിരുന്നു? ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഹൈദരാബാദ് പട്ടണം പണികഴിപ്പിച്ചത് ഖൂലി കുത്തബ് ഷായ് ആണ്. ചാർമിനാർ പണികഴിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് വരുന്ന ഏതൊക്കെയാ? സർദാർ പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഗൈഡഡ് മിസൈൽ നിർമ്മാണശാലയായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. തെലങ്കാന സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ്. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഹൈദരാബാദിൽ സ്ഥാപിക്കപ്പെട്ട സ്മാരകം ഏതാണ്? ചാർമിനാർ ആണ്. ചാർമിനാർ. ദെൻ ഹൈദരാബാദിലെ പ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം ഏതായിരുന്നു? രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. കോതകുണ്ടം, രാമകുണ്ടം എന്നീ താപവൈദ്യുത നിലയങ്ങൾ തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെലങ്കാനയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ദെൻ അടുത്ത ചോദ്യം നോക്കുക. ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ കൽപ്പാക്കം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. എക്സാക്ട് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽപ്പാക്കമാണ്. കൽപ്പാക്കത്താണ് ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സ്ഥാനം നമുക്കറിയാം, ചെന്നൈ ആണ്. തലസ്ഥാനം എവിടെയാണ്? ചെന്നൈ ആണ്. പ്രധാന ഭാഷ ഏതാ? തമിഴാണ്. പ്രധാന നൃത്തരൂപം പഠിച്ചിരിക്കുക, ഭരതനാട്യം. PSC ചോദിച്ചിട്ടുണ്ട്. ഭരതനാട്യം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നൃത്തരൂപമാണ്? തമിഴ്നാടിന്റെ പ്രധാന നൃത്തരൂപമാണ് ഭരതനാട്യം. പ്രധാന ഉത്സവങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ദീപാവലി, അതുപോലെ പൊങ്കൽ എന്നിവയാണ് തമിഴ്നാടിന്റെ പ്രധാന ഉത്സവങ്ങൾ. പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? കാവേരി, ഭവാനി, അമരാവതി, താമ്രഭർണി, വൈഗ. ഇതെല്ലാം തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട നദികളാണ്. ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചാൽ അതേതാ? തമിഴ്നാടാണ് അല്ലെ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ പഴയ പേരെന്തായിരുന്നു? മദ്രാസ് എന്നായിരുന്നു. മദ്രാസ് എന്നായിരുന്നു തമിഴ്നാട് സംസ്ഥാനത്തിന്റെ പഴയ പേര്. മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകൻ ഫ്രാൻസിസ് ഡേ ആയിരുന്നു. ആരാ? ഫ്രാൻസിസ് ഡേ ആയിരുന്നു മദ്രാസ് പട്ടണത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഈ തമിഴ്നാടിന്റെ പ്രാദേശിക നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നൃത്തരൂപം ഭരതനാട്യമാണ്. പ്രാദേശിക നൃത്തരൂപങ്ങളും ചോദിച്ചിട്ടുണ്ട്. നോക്കുക. കോലാട്ടം, തെരുക്കൂത്ത്, കുമ്മി, കാവടി, ചിലമ്പാട്ടം. ഇതെല്ലാം തമിഴ്നാടിന്റെ നൃത്തരൂപങ്ങളാണ്, പ്രാദേശിക നൃത്തരൂപങ്ങളാണ്. കോലാട്ടം, തെരുക്കൂത്ത്, കുമ്മി, കാവടി, ചിലമ്പാട്ടം തുടങ്ങിയവ. ഇനി മേട്ടൂർ ഡാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. മേട്ടൂർ ഡാം, ഗ്രാൻഡ് അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. മേട്ടൂർ ഡാം, ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി നദിയാണ് കേട്ടോ. കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഏതൊക്കെയാണ്? മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചോദിക്കാറുണ്ട്. മേട്ടൂർ ഡാം, ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കാവേരി നദിയാണ്. ഈ ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിച്ച രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരികാല ചോളനാണ് കേട്ടോ. കരികാല ചോളനാണ് ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിതമായ നിയമനിർമ്മാണ സഭ 1881 മദ്രാസിൽ സ്ഥാപിതമായിട്ടുള്ള നിയമനിർമ്മാണ സഭയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിതമായ നിയമനിർമ്മാണ സഭ മദ്രാസിലേതാണ്. 1881 സ്ഥാപിതമായിട്ടുള്ള മദ്രാസ് നിയമനിർമ്മാണ സഭയാണ്. കാവേരി നമ്മൾ പറഞ്ഞു, മേട്ടൂർ ഡാം, ഗ്രാൻഡ് അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി. ഈ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പ്രമുഖ നഗരങ്ങളാണ് തിരുച്ചിറപ്പള്ളിയും ഈറോഡും. ഏതൊക്കെയാണ്? തിരുച്ചിറപ്പള്ളി, അതുപോലെ ഈറോഡ്. ഇത് രണ്ടുമാണ് കാവേരി നദിയുടെ തീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ. കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാട്ടില് ചിറ്റാർ നദിയിലാണ്. തമിഴ്നാട്ടിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചിറ്റാർ നദിയിലാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈ ആണ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തമിഴ്നാടിനെ കുറിച്ച് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? മദ്രാസ് ആണ്. 1887 മദ്രാസ് സമ്മേളനം ആണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വേദിയായത്. അപ്പം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ INC സമ്മേളനം മദ്രാസിലെ 1887 ഇന്ത്യയിൽ ആദ്യമായിട്ട് സിമന്റ് ഫാക്ടറി സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനം അത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വിവരാവകാശ നിയമം. അതുപോലെ INC സമ്മേളനം, ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യത്തെ INC സമ്മേളനം, സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഈ മേട്ടൂർ ഡാം, ഭരതനാട്യം, ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. എങ്കിലും ഞാൻ എടുത്തു പറഞ്ഞതാണ് ഈ ഭരതനാട്യം, മേട്ടൂർ ഡാം, ചെസ്സിൻ്റെ കാര്യം, അതുപോലെ INCയുടെ കാര്യം, വിവരാവകാശ നിയമം, ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തിരിക്കുക, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരം മദ്രാസ് ആണ് 1887. ഇന്ത്യയിൽ ആദ്യമായിട്ട് സിമന്റ് ഫാക്ടറി സ്ഥാപിതമാവുന്നത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. വർഷം 1997. ഓക്കെ, ഇനി സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ചെന്നൈയിലാണ്. സെൻട്രൽ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. സെൻട്രൽ ലെതർ ഉണ്ടല്ലോ, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ചെന്നൈയാണ്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെന്നൈ എന്ന് പറയുമ്പോൾ ചെന്നായിയുടെ തോലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ലെതറൊക്കെ, ചെരുപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നുള്ള രീതിക്കൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്താൽ ചെന്നൈയിലാണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിലെ ലോകപ്രശസ്തമായ കടൽ തീരം ആണ് ഏത്? മറീന ബീച്ച്. അത് എല്ലാവർക്കും അറിയുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചെന്നൈയിലെ ലോകപ്രശസ്തമായ കടൽ തീരമാണ് മറീന ബീച്ച്. ഇന്ത്യയിലെ നീളം കൂടിയ ബീച്ച് കൂടിയാണ് ഇത് മറീന ബീച്ച്. ഇന്ത്യയിലെ നീളം കൂടിയ ബീച്ചാണ്. അടയാറിൽ സ്ഥാപിക്കപ്പെട്ട നൃത്ത വിദ്യാലയമാണ് കലാക്ഷേത്രമാണ് അടയാറിൽ സ്ഥാപിക്കപ്പെട്ട നൃത്ത വിദ്യാലയം. ഈ കലാക്ഷേത്രം സ്ഥാപിച്ച പ്രശസ്ത നർത്തകിയാണ് രുക്മിണി ദേവി അരുന്തേല. ആരാണ്? രുക്മിണി ദേവി അരുന്തേലയാണ് കലാക്ഷേത്രം സ്ഥാപിച്ച പ്രശസ്ത നർത്തകി എന്ന് പറയുന്നത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നർത്തകിയാണ് ഈ രുക്മിണി ദേവി അരുന്തേല കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രുക്മിണി ദേവി അരുന്തേലയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നർത്തകി. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത കൂടിയാണ് രുക്മിണി ദേവി അരുന്തേല.
ഇത്രയും ഓർത്തിരിക്കുക. അടയാറിൽ സ്ഥാപിക്കപ്പെട്ട നൃത്ത വിദ്യാലയമാണ് ഈ കലാക്ഷേത്രം എന്ന് പറയുന്നത്. കലാക്ഷേത്രം സ്ഥാപിച്ച പ്രശസ്ത നർത്തകിയാണ് രുക്മിണി ദേവി അരുന്തേല. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നർത്തകിയാണ് രുക്മിണി ദേവി അരുന്തേല. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത കൂടിയാണ് രുക്മിണി ദേവി അരുന്തേല. ഇനി കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാടാണ്. എന്നാൽ ജലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ്. ജലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശും കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടുമാണ്. ദെൻ ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് തമിഴ്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് തമിഴ്. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2004 2004 തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിക്കുന്നത്. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് തമിഴ് എന്ന് പറയുന്നത്. തമിഴ് ഭാഷാ സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രശസ്ത കാലഘട്ടം ഏതാണ്? സംഘ കാലഘട്ടമാണ് തമിഴ് ഭാഷാ സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ കാലഘട്ടം. ഈ സംഘകാല സാഹിത്യത്തിന്റെ കേന്ദ്രമായിരുന്ന നഗരമാണ് മധുര എന്ന് പറയുന്നത്. ഓക്കെ, മധുരയാണ് സംഘകാല സാഹിത്യത്തിന്റെ കേന്ദ്രമായിരുന്ന നഗരം. ബൈബിൾ ആദ്യമായിട്ട് തർജ്ജമ ചെയ്യപ്പെട്ട ഏഷ്യൻ ഭാഷ ഏതാണ്? അത് തമിഴാണ്. തമിഴിലോട്ടാണ് ബൈബിൾ ആദ്യമായിട്ട് തർജ്ജമ ചെയ്യപ്പെട്ടത്. അപ്പൊ ബൈബിൾ ആദ്യമായി തർജ്ജമ ചെയ്യപ്പെട്ട ഏഷ്യൻ ഭാഷ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തമിഴാണ്. തമിഴ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 1-2 പോയിന്റ്സും കൂടെ പറയാം, അതും ഓർത്തിരിക്കണം. നോക്കുക, തമിഴ്നാട്ടിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം ആണ് എണ്ണൂർ. തമിഴ്നാട്ടിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖമാണ് എണ്ണൂർ എന്ന് പറയുന്നത്. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന എന്താ? എണ്ണൂറാണ്. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പരിസ്ഥിതി സൗഹൃദ തുറമുഖം എന്നറിയപ്പെടുന്നത് എണ്ണൂറാണ്. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് എണ്ണൂറാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കുള്ള തുറമുഖമാണ് ഏത്? തൂത്തുക്കുടി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. തൂത്തുക്കുടി ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ് തൂത്തുക്കുടി. തൂത്തുക്കുടി തുറമുഖത്തിന്റെ പുതിയ പേരെന്താണ്? VO ചിദംബരം പിള്ള തുറമുഖമാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. എന്താണ് അറിയപ്പെടുന്നത്? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. തൂത്തുക്കുടി തുറമുഖത്തിന്റെ പുതിയ പേരാണ് VO ചിദംബരം പിള്ള തുറമുഖം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ് തൂത്തുക്കുടി തുറമുഖം. ഇനി പ്രശസ്തമായ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് രാജരാജ ചോളൻ. APJ അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് കേട്ടോ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണ്? തമിഴ്നാട്ടിലെ രാമേശ്വരമാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് ഏതാ? രാമേശ്വരമാണ്. രാമേശ്വരം അറിയപ്പെടുന്ന പേരാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ രാമേശ്വരം ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായിട്ടുള്ള കടപ്പുറം ഏതാണ്? വേദാരണ്യം കടപ്പുറമാണ്. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായിട്ടുള്ള കടപ്പുറമാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? സി രാജഗോപാലാചാരിയാണ് വേദാരണ്യം ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഈ വേദാരണ്യം ഗാന്ധി ഇമ്പോർട്ടൻ്റ് ആണ്. സി രാജഗോപാലാചാരി ചോദിക്കാറുള്ളതാണ്. റഷ്യൻ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിർമ്മിച്ച ആണവ നിലയം സ്ഥിരം ചോദിക്കുന്നതാണ്. കൂടംകുളം ആണവ നിലയമാണ്. അപ്പോൾ റഷ്യൻ സഹായത്തോടു കൂടിയിട്ടാണ് നിർമ്മിച്ചത്. തമിഴ്നാട്ടിലാണ് നിർമ്മിച്ചത്. ഓക്കെ,
അപ്പോൾ കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലാണ് നിർമ്മിച്ചത്. ആരുടെ സഹായത്തോടെ? റഷ്യയുടെ സഹായത്തോടെ. അപ്പോൾ കൂതറ എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർത്താൽ മതി. കൂടംകുളം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു, റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് നിർമ്മിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തമിഴ്നാടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. ഇനി ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്, നോട്ട് ചെയ്ത് വെച്ചല്ലോ. അടുത്ത ചോദ്യം, കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടക. കൈഗ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടക. അപ്പോൾ കർണാടകയെ കുറിച്ച് പറയുമ്പോൾ, കർണാടക സംസ്ഥാനം രൂപീകൃതമാവുന്നത് എപ്പോഴാണ്? 1956 നവംബറിലാണ്. 1956 നവംബറിലാണ് കർണാടക സംസ്ഥാനം രൂപീകൃതമാവുന്നത്. തലസ്ഥാനം ബംഗളൂരു ആണ്. ബംഗളൂരു ആണ് തലസ്ഥാനം. പ്രധാന ഭാഷ ഏതാ? കർണാടകയിൽ കന്നഡ ഭാഷയാണ്. കന്നഡ. പ്രധാനപ്പെട്ട നൃത്തരൂപം യക്ഷഗാനം. യക്ഷഗാനം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യക്ഷഗാനം ഏത് സംസ്ഥാനത്തെ പ്രധാന നൃത്തരൂപമാണ്? കർണാടകയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപമാണ്. ഇനി പ്രധാനപ്പെട്ട ഉത്സവമാണ് ദസ്ര. ദസ്ര പ്രധാനപ്പെട്ട ഉത്സവം. പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? ശരാവതി. ശരാവതി. കാവേരി. കാവേരി. കൃഷ്ണ. കൃഷ്ണ. ശരാവതി, കാവേരി, കൃഷ്ണ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ. രൂപീകൃതമായ വർഷം ഓർത്തിരിക്കുക. തലസ്ഥാനം, പ്രധാന ഭാഷ, പ്രധാന നൃത്തരൂപം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യക്ഷഗാനം ഓർത്തിരിക്കുക. ഇനി കന്നഡ ഭാഷയ്ക്ക്, കന്നഡയാണ് പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറഞ്ഞു. ഈ കന്നഡ ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം ഓർത്തിരിക്കുക. 2008 2008 കന്നഡ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കന്നഡ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം എപ്പോഴാണ്? 2008. ഏറ്റവും കൂടുതൽ സൂര്യകാന്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ഏറ്റവും കൂടുതൽ സൂര്യകാന്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അതുപോലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഇതെല്ലാം കർണാടകമാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൂര്യകാന്തി, ഏറ്റവും കൂടുതൽ കാപ്പി, പട്ട്, ചന്ദനം, സ്വർണം ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണ്. ഇനി ഇവിടെ സ്ഥിതി ചെയ്യുന്ന, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളാണ്: ഒന്ന് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല, 2 കുദ്രേമുഖ് ഇരുമ്പുരുക്ക് ശാല. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കർണാടകയിലാണ്. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയും കുദ്രേമുഖും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ പ്രമുഖ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബന്ദിപ്പൂർ ദേശീയോദ്യാനം. ഒന്നെന്താണ്? ബന്ദിപ്പൂർ ദേശീയോദ്യാനം. 2 നാഗർഹോളെ ദേശീയോദ്യാനം. 3 പന്നാർഘട്ട് നാഷണൽ പാർക്ക്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അപ്പം ഇത് മൂന്നും ചോദിച്ചിട്ടുണ്ട്. ബന്ദിപ്പൂർ സ്ഥിതി ചെയ്യുന്നത് കർണാടക, നാഗർഹോളെ സ്ഥിതി ചെയ്യുന്നത് കർണാടക, പന്നാർഘട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടക. ഇനി രംഗൻ തിട്ടു എന്ന് പറയുന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. രംഗൻ തിട്ടു എന്ന് പറയുന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ചാമുണ്ഡി ഹിൽസ് സ്ഥിതി ചെയ്യുന്നതും കർണാടകയിലാണ്. ചാമുണ്ഡി ഹിൽസ് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കർണാടകയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽ ആരംഭിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗളൂരു ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽ ആരംഭിച്ച നഗരം ഏതാണ്? ബംഗളൂരു ആണ്. ബംഗളൂരു.
കർണാടകത്തിലെ പ്രധാനപ്പെട്ട സ്വർണ്ണഖനികളാണ് കോളാർ, ഊട്ടി. എന്തൊക്കെയാണ്? കോളാർ, ഊട്ടി. കർണാടകയിലെ പ്രധാനപ്പെട്ട സ്വർണ്ണഖനികളാണ് കോളാർ, ഊട്ടി എന്നിവ. കോളാറും ഊട്ടിയും ഓർത്തിരിക്കുക. ഇനി ജോഗ് വെള്ളച്ചാട്ടം PSC ചോദിക്കുന്നതാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ പുതിയ പേരെന്താണ്? ഗർസെപ്പോ വെള്ളച്ചാട്ടം. ഗർസെപ്പോ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജോഗ് വെള്ളച്ചാട്ടം അറിയപ്പെടുന്ന പുതിയ പേര് ഗർസെപ്പോ. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ശരാവതി നദിയിലാണ്. ആനകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണ്. ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം. അപ്പൊ ഇനി പറയുന്ന എല്ലാം ബംഗളൂരുവിന്റെ വിശേഷണമാണ് കേട്ടോ. ബംഗളൂരുവിന്റെ വിശേഷണമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. രണ്ട്, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം. അതുപോലെ ബഹിരാകാശ ഇന്ത്യയുടെ ബഹിരാകാശ നഗരം. അതുപോലെ സിലിക്കൺ വാലി, ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് എന്താണ്? പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. ഇലക്ട്രോണിക്സ് നഗരം എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. ദെൻ അവസരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നു റേഡിയോ സിറ്റി എന്നെല്ലാം അറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ ബംഗളൂരുവിനുണ്ട്, ഓർത്തിരിക്കുക. ആത്മഹത്യാ പട്ടണം, ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, ഇന്ത്യയുടെ ബഹിരാകാശ നഗരം, സിലിക്കൺ വാലി, പെൻഷനേഴ്സ് പാരഡൈസ്, ഇലക്ട്രോണിക്സ് നഗരം, അവസരങ്ങളുടെ നഗരം, റേഡിയോ സിറ്റി എന്നെല്ലാം അറിയപ്പെടുന്നത് ബംഗളൂരുവാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കർണാടകയിലെ പ്രശസ്തമായ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ശ്രാവണബൽഗോള. ഇമ്പോർട്ടൻ്റ് ആണ്. ജൈന തീർത്ഥാടന കേന്ദ്രമാണ്. കർണാടകയിലെ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ശ്രാവണബൽഗോള. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ അന്തരിച്ച സ്ഥലമാണ് ഏത്? ശ്രാവണബൽഗോള. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ദെൻ പ്രശസ്തമായിട്ടുള്ള ഗ്ലാസ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗളൂരുവിലെ ലാൽബാഗിലാണ് ഗ്ലാസ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ബംഗളൂരുവിലെ പ്രശസ്തമായ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. ബംഗളൂരുവിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? ചിന്നസ്വാമി സ്റ്റേഡിയമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ആസ്ഥാനം. അപ്പൊ ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ആസ്ഥാനം ബംഗളൂരു. നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയുടെ ആസ്ഥാനം അത് ബംഗളൂരു. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ് ഭവൻ ബംഗളൂരു. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി മ്യൂസിയം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഫോസിസ് എന്നിവയുടെ എല്ലാം ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ്. നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എന്നിവ സ്ഥിതി ചെയ്യുന്നതും ബംഗളൂരു ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു. ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഡയറിന്റെ ആസ്ഥാനം ബംഗളൂരു ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആസ്ഥാനങ്ങളുണ്ട്, ഓർത്തിരിക്കുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കേട്ടോ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ആസ്ഥാനം ബംഗളൂരു. നാഷണൽ എയറോസ്പേസിന്റെ ലബോറട്ടറി ആസ്ഥാനം ബംഗളൂരു. ISROയുടെ ആസ്ഥാനം ബംഗളൂരു. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി മ്യൂസിയം,
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഫോസിസ് എന്നിവയുടെ ആസ്ഥാനം ബംഗളൂരു ആണ്. നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു. ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ആസ്ഥാനം, അതായത് ഡയറിന്റെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ്. ബംഗളൂരു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. കർണാടകയെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്തല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം നമുക്കറിയാം, ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് കേട്ടോ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശിനെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം, ഉത്തർപ്രദേശ് സംസ്ഥാനം രൂപീകൃതമാവുന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം രൂപീകൃതമാവുന്നത്. തലസ്ഥാനം ലക്നൗ ആണ്. തലസ്ഥാനം ലക്നൗ ആണ്. പ്രധാനപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ്? ഹിന്ദി അതുപോലെ ഉറുദു എന്നീ ഭാഷകളാണ് പ്രധാനപ്പെട്ട ഭാഷകൾ. പ്രധാന നൃത്തരൂപം കഥക് ആണ്. കഥക്, ഇതും ചോദിക്കാറുണ്ട്. കഥക് ഉത്തർപ്രദേശാണ്. പ്രധാന ആഘോഷം എന്ന് പറയുന്നത് രാംലീല. രാംലീല എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ആഘോഷം. പ്രധാന നദികൾ ഏതൊക്കെയാണ്? യമുന, ഗംഗ എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. യമുന, ഗംഗ. അപ്പൊ തലസ്ഥാനം ലക്നൗ. രൂപീകൃതമായത് 1950 ജനുവരി 26. പ്രധാന ഭാഷകൾ ഹിന്ദി, ഉറുദു. പ്രധാന നൃത്തരൂപം കഥക്. പ്രധാന ആഘോഷം രാംലീല. പ്രധാന നദികൾ യമുന, ഗംഗ എന്നിവയാണ്. ബ്രഹ്മർഷി ദേശം, മധ്യദേശം, ആര്യവർത്തം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പൊ ഉത്തർപ്രദേശിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. ബ്രഹ്മർഷി ദേശം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. മധ്യദേശം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ആര്യവർത്തം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ, ബ്രഹ്മർഷി ദേശം, മധ്യദേശം, ആര്യവർത്തം എന്നൊക്കെ അറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം നമ്മൾ പറഞ്ഞു ലക്നൗ ആണ്. ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അലഹബാദാണ്. അലഹബാദാണ് ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം അലഹബാദാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലക്നൌവിലാണ്. ആദ്യത്തെ DNA ബാങ്ക്, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലക്നൌവിലാണ്. ഇന്ത്യയിൽ ജില്ലകൾ അതുപോലെ നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ ഇതെല്ലാം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ നിയമസഭകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമുള്ളത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉത്തർപ്രദേശാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളും എണ്ണക്കുരുക്കളും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ, എണ്ണക്കുരു ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ദെൻ കരിമ്പ് അതുപോലെ ഗോതമ്പ്, ബാർലി ഇതിന്റെ എല്ലാം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അതും ഉത്തർപ്രദേശാണ്. അപ്പൊ ഭക്ഷ്യധാന്യം എണ്ണക്കുരുക്കളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്.
കരിമ്പ്, ഗോതമ്പ്, ബാർലി മുതലായവയുടെ ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ അലഹബാദ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തർപ്രദേശാണ്. ദെൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ലോകത്തിൽ ആദ്യമായിട്ട് വികലാംഗർക്കായുള്ള സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ലോകത്തിൽ ആദ്യമായിട്ട് വികലാംഗർക്ക് വേണ്ടിയിട്ടുള്ള സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവാസി സർവകലാശാല വന്നത് എവിടെയാണ്? അത് കർണാടകയാണ് കേട്ടോ. നമ്മൾ അവിടെ പറയാൻ വിട്ടുപോയതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവാസി സർവകലാശാല വന്നത് കർണാടകയിലാണ്. സർവകലാശാല വന്നത് കർണാടകയിലും വികലാംഗർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സർവകലാശാല വന്നത് ഉത്തർപ്രദേശിലും ആണ്. ഓക്കെ. ഇനി ഉത്തർപ്രദേശിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഗോവിന്ദ വല്ലഭ പന്ത് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവിന്ദ വല്ലഭ പന്ത്, അദ്ദേഹമാണ് മുഖ്യമന്ത്രി, ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ഉത്തർപ്രദേശിൽ സ്ഫടിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാൺപൂരിലാണ്. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് സ്ഫടിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കാൺപൂരിൽ തന്നെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കാൺപൂരിലാണ്. ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്നത് എവിടെയാണ്? അത് അലഹബാദിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അലഹബാദിലാണ് കുംഭമേള നടക്കുന്നത് അലഹബാദിലാണ്. ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ നഗരമാണ് അലഹബാദ്. 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് കേട്ടോ. 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നു പോകുന്നത് അലഹബാദിലൂടെയാണ്. 82.5 ഡിഗ്രി ഈസ്റ്റ്. ഈ ഇന്ത്യൻ പ്രാമാണിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിർസാപൂറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഗംഗയും യമുനയുമാണ് പ്രധാനപ്പെട്ട നദികൾ എന്ന് പറഞ്ഞു. ത്രിവേണി സംഗമം നടക്കുന്നത് അലഹബാദിലാണ്. അലഹബാദിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ത്രിവേണി സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗംഗയും യമുനയും സരസ്വതിയും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ തമ്മിൽ സംഗമിക്കുന്നതാണ് ത്രിവേണി സംഗമം. അത് നടക്കുന്നത് എവിടെയാണ്? അലഹാബാദിലാണ്. പ്രാചീന കാലത്ത് പ്രയാഗ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് അലഹാബാദ് കേട്ടോ. പ്രാചീന കാലത്ത് പ്രയാഗ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് അലഹാബാദ്. നെഹ്റുവിന്റെ ആനന്ദ ഭവനം സ്ഥിതി ചെയ്യുന്നതും അലഹാബാദിലാണ്. അതും കൂടെ ഓർത്തിരിക്കാം. ഇനി ഉത്തർപ്രദേശിന്റെ കുറച്ച് സവിശേഷതകളാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിനെ കുറിച്ചാണ് പറയുന്നത്. ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കൂടുതൽ ദേശീയ സ്മാരകങ്ങൾ ഉള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും അധികം ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയാണ്. അതുപോലെ ഗ്രാമവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ് കേട്ടോ. ഗ്രാമവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. ദെൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും അധികം ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ്.
ഏറ്റവും വലിയ പോലീസ് സേനയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലാണ്. ഏറ്റവും വലിയ പോലീസ് സേനയുടെ ആസ്ഥാനം, ഏറ്റവും കൂടുതൽ പോലീസ് സേനയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം നദികൾ ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്, ഏറ്റവും വലിയ പോലീസ് സേന സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത്? ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും അധികം കന്നുകാലികളുള്ള സംസ്ഥാനം. അതുപോലെ ഏറ്റവും അധികം ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഗ്രാമവാസികൾ കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ദെൻ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും അധികം ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും വലിയ പോലീസ് സേനയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും അധികം നദികൾ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇനി ഉത്തർപ്രദേശിലെ പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ആണ് വാരണാസി, അതുപോലെ കൗസാംബി, വാരണാസി, കൗസാംബി, മധുര, അയോധ്യ, ഇതെല്ലാം. ഓക്കെ, വാരണാസി, മധുര, അയോധ്യ, കൗസാംബി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ മുഴുവൻ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം 1922 നടന്ന ചൗരി ചൗരാ സംഭവം, അല്ലെ? ചൗരി ചൗരാ സംഭവം അത് നടന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 1922 ചൗരി ചൗരാ സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ്. നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? അലഹബാദ് ആണ് കേട്ടോ. നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം അലഹബാദ് ആണ്. ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്, അല്ലെ? ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കവാടമാണ് ഇത്? ബുലന്ദ് ദർവാസ, അല്ലെ? അത് ഉത്തർപ്രദേശിലാണ്. അക്ബർ സ്ഥാപിച്ച ഫത്തേപൂർ സിക്രി പട്ടണം, ബുലന്ദ് ദർവാസ, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അക്ബർ സ്ഥാപിച്ച ഫത്തേപൂർ സിക്രി പട്ടണവും ബുലന്ദ് ദർവാസയും ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കവാടം എന്നറിയപ്പെടുന്നത് ബുലന്ദ് ദർവാസയാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഉത്തർപ്രദേശിലെ സ്മാരകങ്ങളാണ് ഇതൊക്കെ: ആഗ്ര കോട്ട, താജ്മഹൽ, ഫത്തേപൂർ സിക്രി എന്നിവ. ആഗ്ര കോട്ട, താജ്മഹൽ, ഫത്തേപൂർ സിക്രി എന്നിവ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉത്തർപ്രദേശിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ ആണ്. അപ്പോൾ ബീഹാറിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്: ബീഹാർ രൂപീകൃതമാവുന്നത് 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ്. തലസ്ഥാനം പാറ്റ്ന. പ്രധാനപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ്? ഹിന്ദി ഉണ്ട്, മൈഥിലി ഉണ്ട്, മഗധി, ഭോജ്പുരി. ഹിന്ദി, മൈഥിലി, മഗധി, ഭോജ്പുരി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഭാഷകൾ. പ്രധാന നൃത്തരൂപങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൃത്തരൂപമാണ് ബിദസിയ എന്ന് പറയുന്ന നൃത്തരൂപം ബീഹാറിലേതാണ്. ജനജദൻ എന്നുള്ളതും എന്താണ്? ബീഹാറിലെ നൃത്തരൂപമാണ്. പ്രധാനപ്പെട്ട ആഘോഷം രാംലീല. പ്രധാനപ്പെട്ട നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്: കോസി, ഗംഗ, ദാമോദർ, സുവർണരേഖ, ഗന്ധക്, സോൺ. ഇതെല്ലാം ബീഹാറിലൂടെ ഒഴുകുന്ന നദികളാണ്. കോസി, ഗംഗ, ദാമോദർ, സുവർണരേഖ, ഗന്ധക്, സോൺ എന്നിവയെല്ലാം. ഇനി പ്രാചീന കാലത്ത് മഗധ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഇത്? ബീഹാർ. പ്രാചീന കാലത്ത് മഗധ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. ബീഹാർ സംസ്ഥാനത്ത് നിന്നും ഒഡീഷയെ വിഭജിച്ചത് 1936 ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ 1. ഒഡീഷയെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. ബീഹാർ സംസ്ഥാനത്ത് നിന്നും ഒഡീഷയെ വിഭജിച്ചത് എപ്പോഴാണ്? 1936 ഏപ്രിൽ 1-നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ വൈഫൈ ശൃംഖലയുള്ള പട്ടണമാണ് പാറ്റ്ന. ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയാണ്
ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ വൈഫൈ ശൃംഖലയുള്ള പട്ടണം എന്ന് അറിയപ്പെടുന്നത്. ബീഹാറിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സക്കീർ ഹുസൈൻ ആണ് ബീഹാറിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്, സക്കീർ ഹുസൈൻ. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ബീഹാർ. എന്താണ്? വിഹാരങ്ങളുടെ നാട്. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ബീഹാർ ഒരേപോലെ വിഹാരം, വിഹാരങ്ങളുടെ നാട് ബീഹാർ എന്നാണ് അറിയപ്പെടുന്നത്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ആണ് എന്ന് പറഞ്ഞു അല്ലെ ബീഹാർ. ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം അത് ബീഹാറാണ്. ജനസംഖ്യയിൽ 3-ാം സ്ഥാനമാണ്. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. പുരാതന ഭാരതത്തിലെ വിദ്യാകേന്ദ്രങ്ങളായ നളന്ദ പുരാതന ഭാരതത്തിലെ വിദ്യാകേന്ദ്രങ്ങളായ നളന്ദ, വിക്രമശില എന്നിവ നിലനിന്നിരുന്ന സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. പുരാതന ഭാരതത്തിലെ വിദ്യാകേന്ദ്രങ്ങളാണ് ഇതൊക്കെ. നളന്ദ അതുപോലെ തന്നെ വിക്രമശില എന്നിവ. ഇത് രണ്ടും നിലനിന്നിരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആണ്. അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ബീഹാറിലെ പുരാതന വിദ്യാലയമാണ് ഇത്, നളന്ദ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പുരാതന വിദ്യാലയമാണ് നളന്ദ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് പാടലീപുത്രം, കുസുമപുരം, പുരുഷപുരം എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് പാറ്റ്ന എന്ന് പറയുന്നത്. പാടലീപുത്രം, കുസുമപുരം, പുരുഷപുരം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? പാറ്റ്നയാണ്. ബാലവേല തടയുന്നതിന് വേണ്ടിയിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. ബാലവേല തടയാൻ വേണ്ടിയിട്ട് കേട്ടോ, ബാലവേല തടയുന്നതിന് വേണ്ടിയിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ പാറ്റ്ന നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പാറ്റ്ന എന്ന് പറയുന്നത് തലസ്ഥാനമാണ് പാറ്റ്ന. ആദ്യകാലത്ത് പാടലീപുത്രം, കുസുമപുരം, പുരുഷപുരം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് പാറ്റ്നയാണ്. പാറ്റ്ന ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗാ നദിയുടെ തീരത്താണ് പാറ്റ്ന സ്ഥിതി ചെയ്യുന്നത്. പാടലീപുത്രം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നഗരമാണ് എന്ത്? പാറ്റ്ന എന്ന് പറയുന്നത്. പാടലീപുത്രം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നതാണ് പാറ്റ്ന എന്ന് പറയുന്നത്. തുടർച്ചയായി ജനവാസമുള്ള ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ പട്ടണമാണ് പാറ്റ്ന. ഇത് പാറ്റ്ന എന്ന് പറയുന്നത്. സിഖുകാരുടെ അവസാന ഗുരുവായിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗ് ജനിച്ച സ്ഥലമാണ് പാറ്റ്ന. സിഖുകാരുടെ അവസാന ഗുരുവാണ് ഗുരു ഗോവിന്ദ് സിംഗ്. അദ്ദേഹം ജനിച്ചിട്ടുള്ള സ്ഥലമാണ് പാറ്റ്ന എന്ന് പറയുന്നത്. ഇനി PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ്. അതുപോലെ ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതും കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്ന് പറയുന്നത് കോസിയാണ്. അപ്പൊ കോസിയെ കുറിച്ച് ഇത് 3ഉം ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഇനി ബറോണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് കേട്ടോ. ബറോണി എന്ന് പറയുന്ന എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കറായിട്ടുള്ള മീരാകുമാറിന്റെ ജന്മദേശം എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് മീരാകുമാറിന്റെ ജന്മദേശമാണ് ബീഹാർ എന്ന് പറയുന്നത്. അതുപോലെ ലോക്നായക് ജയപ്രകാശ് നാരായണൻ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പാറ്റ്നയിലാണ്. എന്ത് സ്ഥിതി ചെയ്യുന്നത്? ജയപ്രകാശ് നാരായൺ വിമാനത്താവളം. അപ്പോൾ നമ്മൾ വിമാനത്താവളങ്ങൾ കോഡ് ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ, അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, ഇതെല്ലാം നമ്മൾ കോഡുകൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് മാറിപ്പോകത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാതെ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുന്ന കോഡുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ
ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാറ്റ്ന. അവിടെ നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ജയപ്രകാശ് നാരായൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ജയ ഉണ്ട് അല്ലേ? അപ്പോൾ ജയ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ജയസൂര്യ ആലോചിക്കാം. ജയസൂര്യ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ആനയുടെ ഒക്കെ പാട്ട്. അപ്പോൾ പാടുന്ന അല്ലേ, ജയസൂര്യ പാടുന്നു എന്നുള്ള രീതിയിൽ പാടുന്ന, പാറ്റ്ന പാടുന്നൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പാറ്റ്നയിലാണ്, പാറ്റ്ന. ഓക്കെ. ദെൻ ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ഏതാണ്? ബോധ്ഗയ. ബീഹാറിലെ ഗയ ജില്ലയിലാണ് ബോധ്ഗയ. ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലമാണ് ബോധ്ഗയ എന്ന് പറയുന്നത്. ദെൻ മഹാവീരൻ ജനിച്ച വൈശാലി. മഹാവീരൻ ജനിച്ച സ്ഥലമാണ് വൈശാലി. മഹാവീരന് ബോധോദയം ലഭിച്ച ത്രിംബിക. ദെൻ മഹാവീരൻ നിർവാണം പ്രാപിച്ച പവപുരി. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ് കേട്ടോ. മഹാവീരൻ ജനിച്ച സ്ഥലം വൈശാലി, മഹാവീരന് ബോധോദയം ലഭിച്ചത് ജൃംബിക, മഹാവീരൻ നിർവാണം പ്രാപിച്ചത് പാവപുരി. ഇതെല്ലാം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. പിന്നെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം നമുക്കറിയാം, ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് നടന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ചമ്പാരൻ ബീഹാറിലാണ്. വർഷം 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലമാണ് ചമ്പാരൻ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ദെൻ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബീഹാറിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവയാണ്. അപ്പോൾ ഗോവയെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് നോക്കാം. ആദ്യം ഗോവ രൂപീകൃതമായത് 1987 മെയ് 30 1987 മെയ് 30 ഗോവ രൂപീകൃതമാവുന്നത്. ഗോവയുടെ തലസ്ഥാനം എവിടെയാണ്? പനാജിയിലാണ് ഗോവയുടെ തലസ്ഥാനം. പ്രധാനപ്പെട്ട ഭാഷകളാണ് കൊങ്കിണി ഭാഷയും അതുപോലെ മറാത്തി ഭാഷയുമാണ് പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ആഘോഷം രാംലീലയാണ്. പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? മണ്ഡോവി, സുവാരി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട നദികൾ മണ്ഡോവിയും സുവാരിയുമാണ്. അപ്പോൾ 1987 മെയ് 30 ഇന്ത്യയിൽ 25ാമത് സംസ്ഥാനമായിട്ട് ആരെ പ്രഖ്യാപിക്കുന്നത്? ഗോവയെ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഇത്, ഗോവ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ്. ഗോവയുടെ നിയമ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പോർവോറിം ആണ് കേട്ടോ. പോർവോറിം ആണ് ഗോവയുടെ നിയമ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പനാജി. ഗോവയുടെ നിയമ തലസ്ഥാനം എന്നറിയപ്പെട്ടത് പോർവോറിം ആണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനമാണ് ഗോവ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികൾ ഉള്ള സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്. ദെൻ ഗോവയുടെ 50ാം സ്വാതന്ത്ര്യ വർഷത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷമാണ്? 2011 ഗോവയുടെ 50ാം സ്വാതന്ത്ര്യ വർഷം ആഘോഷിച്ചത്. അപ്പോഴാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. 2011 പുറത്തിറക്കിയത്. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഗോവ. ഗോവ ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് ഗോവ. ഗോവയിലെ ഏറ്റവും വലിയ പട്ടണമാണ് വാസ്കോഡ ഗാമ. ഓക്കെ, ഗോവയിലെ ഏറ്റവും വലിയ പട്ടണമാണ് വാസ്കോഡ ഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചു കഴിഞ്ഞാൽ സുവാരി നദീതീരത്തിലാണ് വാസ്കോഡ ഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഗോവയുടെ കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ വിശേഷണമാണ് കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഗോവയാണ്. സഞ്ചാരികളുടെ പറുദീസ
സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. കിഴക്കിൻ്റെ മുത്ത്, സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഇനി കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്നതും ഗോവയാണ്. കിഴക്കിൻ്റെ മുത്ത്, സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവയാണ്. കിഴക്കിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്നതും ഗോവയാണ്. അതുപോലെ ടോളമിയുടെ പുസ്തകമായ അപരാന്ത, ഓക്കെ, ടോളമിയുടെ പുസ്തകത്തിൽ അപരാന്ത എന്ന് പരാമർശിക്കുന്ന പ്രദേശമാണ് ഗോവ. ടോളമിയുടെ പുസ്തകത്തിൽ എങ്ങനെയാണ് അപരാന്ത എന്ന് പരാമർശിക്കുന്നത് ഗോവയാണ്. പുരാതന കാലത്ത് ഗോപകപട്ടണം, അതുപോലെ ഗോമന്തകം, ഗോവാപുരി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ഗോവയാണ്. ഓക്കെ, അപ്പോൾ കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെട്ടിരുന്നത്, സഞ്ചാരികളുടെ പറുദീസ, കിഴക്കിൻ്റെ പറുദീസ, ടോളമിയുടെ പുസ്തകത്തിൽ അപരാന്ത, ഗോപകപട്ടണം, ഗോമന്തകം, ഗോവപുരി, ഇങ്ങനെയെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഗോവയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായ സ്ഥലമാണ് ഏത്? ഗോവ. 450 വർഷക്കാലമാണ് കോളനിവൽക്കരണത്തിന് വിധേയമായത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായ സ്ഥലം ഏതാണ്? ഗോവയാണ്. 450 വർഷക്കാലമാണ്. ഗോവയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അൽ ബുക്കർക്കാണ് കേട്ടോ. അൽ ബുക്കർക്കാണ് ഗോവയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് നേതൃത്വം നൽകിയത്. ഈ പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച സൈനിക നടപടി അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ്. PSC ചോദിക്കുന്നതാണ്. ഓപ്പറേഷൻ വിജയ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. നടന്ന വർഷം 1961. പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപമാണ് പിന്റോ കലാപം. പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപം ഏതാണ്? പിന്റോ കലാപം. ഈ പോർച്ചുഗീസുകാർക്കെതിരെ മർമ്മഗോവയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാം മനോഹർ ലോഹ്യ. അവസാനമായി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയാണ്. അവസാനമായിട്ട് ഇന്ത്യൻ യൂണിയനിലോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനമാണ് ഗോവ. ഗോവ വിമോചന സമയത്തെ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണമേനോൻ ആണ് ഗോവ വിമോചന സമയത്തെ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി. ഓക്കെ, അപ്പൊ അവസാനം ഇന്ത്യൻ യൂണിയനിലോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനമാണ് ഗോവ. ഗോവ വിമോചന സമയത്തെ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് VK കൃഷ്ണമേനോൻ. ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? VK കൃഷ്ണമേനോൻ ആണ് കേട്ടോ. ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോൻ ആണ്. ഗോവ വിമോചന സമയത്ത് ഇന്ത്യൻ കരസേനയുടെ മേധാവി ആരാണ്? മേജർ ജനറൽ KP കണ്ടത്താണ്. കേട്ടോ. KP കണ്ടത്ത് ആണ് ഗോവ വിമോചന സമയത്തെ ഇന്ത്യൻ കരസേനയുടെ മേധാവി. ഗോവ വിമോചന ദിനമായിട്ട് എപ്പോഴാണ് ആചരിക്കുന്നത്? ഡിസംബർ 19 ഗോവ വിമോചന ദിനം ഡിസംബർ 19. അപ്പം ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായ സ്ഥലമാണ് ഗോവ. 450 വർഷക്കാലം. ഗോവയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപമാണ് ഇത് പിന്റോ കലാപം. പോർച്ചുഗീസുകാർക്കെതിരെ മർമ്മഗോവയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് രാം മനോഹർ ലോഹ്യ. അവസാനമായി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനമാണ് ഗോവ. ഗോവ വിമോചന സമയത്ത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി VK കൃഷ്ണമേനോൻ. ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോൻ. ഗോവ വിമോചന സമയത്ത് ഇന്ത്യൻ കരസേനയുടെ മേധാവി മേജർ ജനറൽ KP കണ്ടത്ത്. ഗോവ വിമോചന ദിനം ഡിസംബർ 19. ഇനി പനാജി പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് മണ്ഡോവി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സുവാരി എന്ന് പറയുന്ന നദീനെ കുറിച്ച് പറഞ്ഞല്ലോ. അതല്ലാതെ മണ്ഡോവി എന്ന് പറയുന്ന നദിയുണ്ട്.
അപ്പോൾ പനാജി പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് മണ്ഡോവി. നമ്മൾ നേരത്തെ പറഞ്ഞു വാസ്കോഡഗാമ പട്ടണം അല്ലേ, വാസ്കോഡഗാമ പട്ടണം എന്ന് പറയുന്ന പട്ടണത്തിൽ ഏതാണ് നദി? അത് സുവാരി നദിയാണ് അല്ലേ. വാസ്കോഡഗാമ പട്ടണത്തിൽ വരുന്നത് സുവാരി നദി. സുവാരി നദിയുടെ തീരത്താണ് വാസ്കോഡഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പനാജി പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് ഏത്? മണ്ഡോവി. പനാജി പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് മണ്ഡോവി എന്ന് പറയുന്ന നദി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ഡോവിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ഡോവിയാണ്. ദൂദ് സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? മണ്ഡോവിയിലാണ് കേട്ടോ. ദൂദ് സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മണ്ഡോവി നദിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടി യന്ത്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടി യന്ത്രം സ്ഥാപിക്കപ്പെട്ടത് ഗോവയിലാണ്. ഗോവയുടെ തലസ്ഥാനം വെൽഹയായിരുന്നു പണ്ട്. അത് പനാജിയിലേക്ക് മാറ്റിയ വർഷം 1843 കേട്ടോ. അപ്പൊ വെൽഹ എന്നതായിരുന്നു ഗോവയുടെ ആദ്യത്തെ തലസ്ഥാനം. അത് 1843 എങ്ങോട്ട് മാറ്റിയത്? പനാജിയിലോട്ട് മാറ്റിയത്. ദെൻ സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവയിലാണ് സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഗോവയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളിപ്പോൾ 7 സംസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ആന്ധ്രാപ്രദേശ് നമ്മൾ പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ്, ബീഹാർ, ഗോവ. ഇങ്ങനെ 7 സംസ്ഥാനങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് കഥാപാത്രങ്ങളും കൃതികളും നമ്മൾ ഓൾറെഡി 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാർട്ട് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ സ്റ്റേറ്റ്സിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഇന്ന് 7 സ്റ്റേറ്റാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ടൈം ടേബിളിൽ. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ 7 പഠിച്ചിരിക്കുക കേട്ടോ. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും 7 സംസ്ഥാനമാണ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്സ് പഠിച്ചോളൂ, കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ ഈ 7 പഠിച്ചാലും മതി. എങ്ങനെയാണെങ്കിലും 7 സ്റ്റേറ്റ്സ് ഇന്ന് പഠിച്ചിരിക്കണം, അങ്ങനെയുള്ളൂ. ഞാനപ്പോൾ ഒരു 7 സ്റ്റേറ്റ്സ് നിങ്ങൾക്ക് ചെയ്തു തന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ക്ലാസ്സിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യൻ സ്റ്റേറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട്, നമ്മുടെ സാഹിത്യത്തിൻ്റെ ക്ലാസ് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്